بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين ما بعد. قال الإمام السعدي رحمه الله في جوامع الأخبار الحديث السابع إعرامة حديث عن عبد الله بن عمرو رضي الله عنهما قال قال رسول الله صلى الله عليه وسلم أربع من كن فيه كان منافقا خالصا ومن كانت فيه خصلة منهن كانت فيه خصلة من النفاق حتى يدعها إذا اؤتمن خان وإذا حدث كذب وإذا عاهد غدر وإذا خاصم فجر متفق عليه. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസ. ആരിലാണോ 4 സ്വഭാവ ഗുണങ്ങളുള്ളത്, സ്വഭാവ വിശേഷണമുള്ളത്, അവൻ ഖാലിസായ ഒരു മുനാഫിഖാണ്, കറകളഞ്ഞൊരു മുനാഫിഖാണ്. വമൻ കാനത് ഫീഹി ഖസ്ലത്തും മിൻഹുൻ, ആ 4 സ്വഭാവ ഗുണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണം ആരിലാണോ ഉള്ളത്, കാനത് ഫീഹി ഖസ്ലത്തും മിനൻ നിഫാഖ്, അവനിൽ നിഫാഖിന്റെ അടയാളമുണ്ട്, ലക്ഷണമുണ്ട്. ഹത്താ യദഅഹ, ആ ലക്ഷണം, ആ സ്വഭാവ വിശേഷം അവൻ ഉപേക്ഷിക്കുന്നത് വരെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 4 നിഫാഖിന്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞു, ലക്ഷണങ്ങളെ കുറിച്ച്. അതിൽ ഒന്നാമത്തത് എന്താണ്? ഇത് തുമിന ഖാന, അതായത് അമാനത്ത് ഏൽപ്പിച്ചാൽ അവൻ വഞ്ചന കാണിക്കും. വൈദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയും. വൈദാ ആഹദ ഗദറ, കരാറിൽ ഏർപ്പെട്ടാൽ വഞ്ചന കാണിക്കും, ചതി കാണിക്കും, കരാർ ലംഘിക്കും. വൈദാ ഖാസമ ഫജറ, തർക്കത്തിലേർപ്പെട്ടാൽ അവൻ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കും. നിഫാഖ് അഥവാ കാപട്യം എന്ന് പറയുന്നത് അസാസുൽ മസായിബ് വശർ, എല്ലാ മുസീബത്തുകളുടെയും ഷർറിന്റെയും അടിസ്ഥാനമാണ് നിഫാഖ് അഥവാ കാപട്യം. വമാന നിഫാഖ്, എന്താണ് നിഫാഖ് എന്ന് പറഞ്ഞാൽ, കാപട്യം എന്ന് പറഞ്ഞാൽ അൻ യുദ്ഹിറ അൽ അബ്ദു അൽ ഖൈർ വയുബ്തിൻ അശ്ശർ, വയുബ്തിൻ അശ്ശർ. അതായത് ഒരടിമ, ഒരു വ്യക്തി ഖൈർ പുറത്തേക്ക് കാണിക്കുക, പ്രകടിപ്പിക്കുക, അതേസമയം ഉള്ളിൽ ഷർറ് മറച്ചു വെക്കുകയും ചെയ്യുക. അതിനാണ് നിഫാഖ് എന്ന് പറയാം. നിഫാഖ് എന്നുള്ളത് 2 തരത്തിലാണ്, നിഫാഖുൻ അക്ബർ വ നിഫാഖുൻ അസ്ഗർ, അല്ലെങ്കിൽ നിഫാഖുൻ ഇഅ്തിഖാദി വ നിഫാഖുൻ അമലി. അങ്ങനെ 2 തരത്തിലാണ് നിഫാഖ്. നിഫാഖുൻ അക്ബർ അല്ലെങ്കിൽ നിഫാഖുൻ ഇഅ്തിഖാദി, രണ്ടാമത്തെ നിഫാഖുൻ അസ്ഗർ അല്ലെങ്കിൽ നിഫാഖുൻ അമലി. വ നിഫാഖുൽ അക്ബർ മുഖ്രിജുൻ മിനൽ മില്ല, മിൻ മില്ലത്തിൽ ഇസ്ലാം. ഇപ്പൊ വലിയ നിഫാഖ് അല്ലെങ്കിൽ ഇഅ്തിഖാദിയായ നിഫാഖ്, അത് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്നത്. അതൊരുവനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഏതുപോലെയാണ്? വഹുവ അൻ യുബ്തിനൽ കുഫ്ര ഫീ ഖൽബിഹി വയുദ്ഹിറുൽ ഇസ്ലാം, ഖൽബിൽ കുഫർ മറച്ചു വെക്കുകയും പുറമേക്ക് ഇസ്ലാമിനെ കാണിക്കുകയും ചെയ്യും. അതാണ് നിഫാഖുൻ ഇഅ്തിഖാദി അല്ലെങ്കിൽ നിഫാഖുൻ അക്ബർ. വനിഫാഖുൽ അസ്ഗർ ഔ നിഫാഖുൻ അമലി വഹുവ അൻ യത്തസിഫൽ അബ്ദു ബിസ്സിഫാത്ത് ഔ ബിബഅദി സിഫാത്ത് ഔ ബിബഅദി സിഫാത്തിൽ മുനാഫിഖീൻ.
നിഫാഖുൻ അമലി അല്ലെങ്കിൽ നിഫാഖുൻ അസ്ഗർ എന്ന് പറഞ്ഞാൽ ഒരുവൻ മുനാഫിക്കീങ്ങളുടെ ചില സിഫത്തുകളെ ഉൾക്കൊള്ളുന്നു. അതിനാണ് നിഫാഖുൻ അസ്ഗർ എന്ന് പറയാം. മുനാഫിക്കങ്ങളുടെ ചില ലക്ഷണങ്ങൾ അവനിലുണ്ട്, ചില സ്വഭാവങ്ങൾ അവനിലുണ്ട്. അതാണ് നിഫാഖുൻ അസ്ഗർ. അത് ഒരുവനെ ഇസ്ലാം നിന്ന് പുറത്താക്കുന്നതല്ല. നേരെ മറിച്ച് നിഫാഖുൻ അക്ബർ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ മനസ്സിൽ കുഫർ ഒളിപ്പിച്ചു വെക്കുകയും പുറമേക്ക് ഇസ്ലാം കാണിക്കുകയും ചെയ്യാം. പുറമേക്ക് മുസ്ലിം ആയിക്കൊണ്ട് നമസ്കാരം നോമ്പൊക്കെ എടുത്ത് മുസ്ലിമുകളുടെ കൂടെ കഴിയാം, എന്നാൽ ഉള്ളിൽ കുഫറാണ് ഒളിപ്പിച്ചു വെക്കുക. അപ്പൊ അത് ഇസ്ലാം നിന്ന് പുറത്തു പോകാൻ കാരണമായി തീരും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഈ അടയാളങ്ങൾ അല്ലതി ദക്കറഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹാദൽ ഹദീസ്, അതെല്ലാം നിഫാഖുൻ അസ്ഗറിൽ വരുന്നതാണ്. അതിന്റെ ലക്ഷണങ്ങൾ വമിൻ ദാലിക് ഇദാ തുമിന ഖാന യഖൂനുൽ അമാന, അതായത് വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ, അമാനത്ത് ഏൽപ്പിച്ചാൽ അതിൽ വഞ്ചന കാണിക്കും. വൽ മുഅ്മിനു വാജിബു അലൈഹി അൻ യകൂന അമീനൻ ഫി അമാനതി, ഒരു മുഅ്മിൻ അവനെ ഏൽപ്പിക്കുന്ന അമാനത്തിൽ വിശ്വസ്തനായിരിക്കണം, സത്യസന്ധനായിരിക്കണം. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അടയാളം വൈദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ അവൻ കളവ് പറയും. വൈദാ ഹദ്ദസ കദബ യക്ദിബു ഫീ ഹദീസി, സംസാരത്തിൽ കളവ് പറയും. അത് നിഫാഖിന്റെ അടയാളമാണ്. അതേപോലെ വൈദാ ആഹദ ഗദറ, കരാറിൽ ഏർപ്പെട്ടാൽ ലംഘിക്കും, കരാറ് ലംഘിക്കും. നാലാമത്തെ വൈദാ ഖാസമ ഫജറ, തർക്കത്തിൽ ഏർപ്പെട്ടാൽ, ഫജറ എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുക എന്നാണ് അർത്ഥം. ഇവിടെ ഉദ്ദേശം അവൻ സംസാരിക്കുന്നത് ഹക്കിന് നേരെ എതിരായിട്ടുള്ളത്. ഹക്ക് അവന്റെ കയ്യിലല്ല, അവന്റെ അടുത്തല്ല എന്ന് അവനറിയാം. അപ്പൊ ഹക്കിനെ എങ്ങനെയും ബാത്തിലാക്കാനും ബാത്തിലിനെ ഹക്കാക്കാനും വേണ്ടി സംസാരത്തിനിടയിൽ വേറെ രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കും. ഒരാൾ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുക, മോശമാക്കുന്ന രീതിയിൽ സംസാരിക്കുക. അതിനു വേണ്ടിയിട്ടാണ് തന്റെ ഭാഗം ജയിക്കാൻ വേണ്ടി. ഖറജ അനിൽ ഹഖി അംദൻ, മനഃപൂർവ്വം ഹക്കിനിൽ നിന്ന് പുറത്തു പോവാ. ഹത്താ യസീറൽ ഹഖ് ബാത്തിലൻ വൽ ബാത്തില ഹഖ, ഹത്താ യസീറൽ ഹഖ ബാത്തിലൻ വൽ ബാത്തില ഹഖ. إذا خاصم فجر يفجر في خصامه، أي بمعنى أنه يعرف أن الحق على خلاف ما يقول. അവൻ പറയുന്നത് നേരെ എതിരാണ് ഹക്ക്, അവൻ പറയുന്നത് ഹക്കല്ല, അത് ബാത്തിലാണെന്ന് അവൻ അറിയാം. ആരോടാണ് അവൻ തർക്കത്തിൽ ഏർപ്പെടുന്നത്, അയാളുടെ അടുത്താണ് ഹക്കുള്ളതെന്ന് അവൻ അറിയാം. ثم يخاصم ويفجر في خصومته ويؤول به الأمر إلى أن يكذب ويغير منطق الكلام. كل ذلك من الخصومة أو الفجور في الخصومة. തർക്കത്തിലുള്ള ഫുജൂറാണ്, പൊട്ടിത്തെറിയാണ് ഇത്തരത്തിലുള്ള സംഗതി. അതായത് ഹക്ക് തന്റെ കയ്യിലല്ല എന്ന് അറിഞ്ഞ് എങ്ങനെയെങ്കിലും അതിനെ തന്റെ അടുത്തുള്ള ബാത്തിലിനെ ഹക്കാക്കണം എന്ന വിചാരം കൊണ്ട് ചെയ്തു കൂട്ടുന്നതാണ് അത്. സംസാര ശൈലി മാറ്റുക, ആളപമാനിക്കുക, അങ്ങനെയുള്ള പല രീതികൾ സ്വീകരിക്കുക. ഇതെല്ലാം നിഫാഖിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ 4 അടയാളങ്ങൾ, ലക്ഷണങ്ങൾ ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ആരാണ്? ഖാലിസായ മുനാഫിഖാണ്, അതായത് കറകളഞ്ഞൊരു മുനാഫിഖാണ് അവൻ. ഈ 4 ഏതെങ്കിലും ഒന്ന് ഒരുവൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവനിൽ നിഫാഖിന്റെ അടയാളമുണ്ട്. അല്ലാഹു ജല്ല വഅല ذكر في كتابه أوصافا كثيرة للمنافقين. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ മുനാഫിഖീങ്ങൾ ഒരുപാട് ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. فقد بين الله سبحانه وتعالى أقسام الناس في بداية سورة البقرة. സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ പല വിഭാഗങ്ങളായിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ പല വിഭാഗങ്ങളായിക്കൊണ്ട് തിരിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ذكر أولى أقسام الناس والمؤمنون هم المؤمنون. ഏറ്റവും ആദ്യം അല്ലാഹു തആല സംസാരിച്ചത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചാണ്. സൂറത്തുൽ ബഖറയുടെ ഏറ്റവും ആദ്യമുള്ള ആയത്തുകളിൽ മുഅ്മിനീങ്ങളെ കുറിച്ച് സംസാരിച്ചു.
ووصفهم الله جل وعلا في بداية السورة في 4 آيات. 4 ആയത്തുകളിലാണ് മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹു തആല അവിടെ സംസാരിച്ചിട്ടുള്ളത്. അവരുടെ വിശേഷണങ്ങൾ. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة. അങ്ങനെയുള്ള 4 ആയത്തുകൾ അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ സിഫത്തുകളെ കുറിച്ച് പറഞ്ഞു. ثم ذكر القسم الثاني من الناس وهم الكافرون. അതിനുശേഷം ജനങ്ങൾ മറ്റൊരു വിഭാഗം ആളുകളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു. അവര് കാഫിരീങ്ങളാണ്. അവരുടെ സിഫത്തുകൾ അല്ലാഹു തആല പറഞ്ഞു. 2 ആയത്തുകളായിക്കൊണ്ടാണ് കാഫിരീങ്ങളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ثم ذكر أو ثم انتقل إلى ذكر أوصاف المنافقين. പിന്നെ മുനാഫിഖീങ്ങളുടെ ഔസാഫ്, അവരുടെ വസ്ഫുകൾ, അവരുടെ സിഫാത്തുകൾ, അവരുടെ വിശേഷങ്ങൾ എന്താണ് എന്ന് അല്ലാഹു തആല വ്യക്തമാക്കി. അത് എത്ര ആയത്തുകളിലാണ്? ഫദക്കറഹും ഫി 14 14 ആയത്തുകളാണ് മുനാഫിഖീങ്ങളെ കുറിച്ചിട്ട് അല്ലാഹു തആല വ്യക്തമാക്കിയത്. ആദ്യം മുഅ്മിനീങ്ങളെ കുറിച്ച് 4 ആയത്തുകൾ അല്ലാഹു തആല വിശേഷിപ്പിച്ച് സംസാരിച്ചു. പിന്നീട് കാഫിരീങ്ങളെ കുറിച്ച് 2 ആയത്ത്, പിന്നെ മുനാഫിഖീങ്ങളെ കുറിച്ച് 14 ആയത്ത്. ഫഅക്സറുൽ ആയാത്ത് ദക്കറഹാ റബ്ബുനാ ജല്ല വഅല ഫിൽ മുനാഫിഖീൻ. അപ്പോൾ അവിടെ മുനാഫിഖീങ്ങളെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ആയത്തുകൾ അല്ലാഹു തആല സംസാരിച്ചിട്ടുള്ളത്. ഫദല്ല അലാ അന്ന നിഫാഖ അശദ്ദു മിനൽ കുഫ്ർ. എന്തിന്റെ സൂചനയാണ്? കുഫറിനേക്കാളും അശദ്ദാണ്, ഷദീദാണ് നിഫാഖ് എന്നതിന്റെ അടയാളമാണ്, അതിനുള്ള തെളിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 14 ആയത്തുകൾ അവരെ കുറിച്ച് സംസാരിച്ചു. അന്ന നിഫാഖ അശദ്ദു മിനൽ കുഫ്ർ. കുഫറിനേക്കാളും ഗുരുതരമായതാണ് നിഫാഖ്, കാപട്യം. വൽ കുല്ലു യജ്തമിഊന ഫിൽ കുഫ്രി ലകിന്നൽ കുഫ്ർ ബഅദുഹു അശദ്ദു മിൻ ബഅദ്. എല്ലാം എന്താണ്? കുഫർ തന്നെയാണ്. നിഫാഖ് ആകട്ടെ കുഫറാകട്ടെ എല്ലാം കുഫറാണ്. പക്ഷെ ചില കുഫർ മറ്റ് കുഫറുകളെക്കാളും അശദ്ദാണ്. ഇപ്പൊ നിഫാഖിന്റെ കുഫറാണ് മറ്റേ കുഫർ സാധാരണ കുഫറിനേക്കാളും അശദ്ദായിട്ടുള്ളത്. ഫദക്കറ മിൻ ഔസാഫിഹിം റബ്ബുനാ ജല്ല വഅല അൽ ഇസ്തിഹ്സാ. അവിടെ മുനാഫിഖീങ്ങളുടെ ഒരു ലക്ഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി. അവര് കളിയാക്കുന്നവരാണ്, പരിഹസിക്കുന്നവരാണ്. ആരെയാണ് പരിഹസിക്കുക? മുഅ്മിനീങ്ങളെ പരിഹസിക്കുന്നവരാണ്, സാലിഹീങ്ങളെ പരിഹസിക്കുന്നവരാണ്, ദീനിനെ പരിഹസിക്കുന്നവരാണ് മുനാഫിഖീങ്ങൾ. അൽ ഇസ്തിഹ്സാഉ ബിദ്ദീൻ, അൽ ഇസ്തിഹ്സാ ബിസ്സാലിഹീൻ. യഹ്ദറുൽ മുനാഫിഖൂന അൻ തുനസ്സല അലൈഹിം സൂറത്തുൻ തുനബ്ബിഉഹും ബിമാ ഫീ ഖുലൂബിഹിം ഖുൽ ഇസ്തഹ്സിഉ ഇന്നല്ലാഹ മുഖ്രിജും മാ തഹ്ദറൂൻ ولئن سألتهم ليقولن إنما كنا نخوض ونلعب قل بالله وآياته ورسوله كنتم تستهزئون لا تعتذروا قد كفرتم بعد إيمانكم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ വ്യക്തമാക്കി അവര് ദീനിനെ പരിഹസിക്കുന്നവരാണ്, സാലിഹീങ്ങളെ പരിഹസിക്കുന്നവരാണ്. അത് നിഫാഖിന്റെ അടയാളമാണ്. മുഅ്മിനീങ്ങളെ പരിഹസിക്കുക, സാലിഹീങ്ങളെ പരിഹസിക്കുക, അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കുക, നബി സല്ലല്ലാഹു അലൈഹി സുന്നത്തിനെ പരിഹസിക്കുക എന്നുള്ളത് നിഫാഖിന്റെ അടയാളമാണ്, നിഫാഖിന്റെ ലക്ഷണമാണ്. യഹ്ദറുൽ മുനാഫിഖൂൻ അൻ തുനസ്സല അലൈഹിം സൂറത്തുൻ തുനബ്ബിഉഹും ബിമാ ഫീ ഖുലൂബിഹിം. ഇപ്പൊ മുനാഫിഖീങ്ങൾ ഭയപ്പെട്ടിരുന്നു. അവരുടെ ഹൃദയത്തിൽ അവര് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചതിനെ പറ്റി അല്ലാഹു തആല വിവരം അറിയിക്കുന്ന വല്ല ആയത്തുകളും അല്ലെങ്കിൽ സൂറത്ത് ഇറക്കുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു. തങ്ങളുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച നിഫാഖ്, കുഫർ, അതിനെ കുറിച്ച് വിവരം അറിയിച്ചു കൊടുക്കുന്ന വല്ല സൂറത്തും അല്ലാഹു തആല ഇറക്കുമോ എന്നവര് ഭയപ്പെട്ടു. വദക്കറ മിൻ ഔസാഫിഹിം അത്തസാഖുൽ ഇൻദൽ ഇബാദ. ഇബാദത്തിന്റെ കാര്യത്തിൽ അതൊരു ഭാരിച്ച ഒരു പണിയായിക്കൊണ്ട് അവർക്ക് തോന്നും. അത് നിഫാഖിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്, മുനാഫിഖീങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതാണ്. ഇബാദത്ത് ചെയ്യാൻ പ്രയാസം, അതൊരു ഭാരിച്ച പണിയാണ്. ഖാല അല്ലാഹു അസ്സ വജൽ ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. മുനാഫിഖീങ്ങൾ അവര് അല്ലാഹു തആലയെ വഞ്ചിക്കാൻ നോക്കുകയാണ്.
എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ അല്ലാഹുവാണ് അവരെ വഞ്ചിക്കുന്നത്. വൈദാ ഖാമു ഇലസ്സലാ, നമസ്കാരത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഖാമു കുസാല, അലസന്മാരായിക്കൊണ്ടാണ് അവർ നിൽക്കുക. യുറാഊന അന്നാസ്, എന്തിനു വേണ്ടിയാണത്? ജനങ്ങളെ കാണിക്കാൻ വേണ്ടി. അവർ നമസ്കരിക്കുന്നവരാണ്, അതായത് ഇസ്ലാം പുറത്ത് കാണിക്കാൻ വേണ്ടി മാത്രം. യുറാഊന അന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അല്ലാഹു തആലയെ അവര് ഓർമ്മിക്കുകയേയില്ല. വഖാല അല്ലാഹു അസ്സ വജൽ ഖുൽ അൻഫിഖൂ തൗഅൻ ഔ കർഹൻ ലൻ യുതഖബ്ബല മിൻകും ഇന്നകും കുൻതും ഖൗമൻ ഫാസിഖീൻ. അല്ലാഹു തആല മുനാഫിഖുകളോട് പറയാൻ വേണ്ടി പറയാണ്, അൻഫിഖൂ, നിങ്ങൾ ചെലവഴിച്ചു കൊള്ളുക, തൗഅൻ ഔ കർഹൻ, അതായത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം അനുസരണയായിക്കൊണ്ടോ അല്ലെങ്കിൽ നിർബന്ധിതരാക്കപ്പെട്ടോ നിങ്ങൾ ചെലവഴിച്ചു കൊള്ളുക. ലൻ യുതഖബ്ബല മിൻകും, നിങ്ങളിൽ നിന്നത് സ്വീകരിക്കാൻ പോകുന്നതേ ഇല്ല. എന്താണ് കാരണം? ഇന്നകും കുൻതും ഖൗമൻ ഫാസിഖീൻ, ഫാസിഖീങ്ങളായ ഒരു ഖൗമാണ് തീർച്ചയായും നിങ്ങൾ. വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറൂ ബില്ലാഹി വബിറസൂലിഹി വലാ യഅതൂന അസ്സലാത ഇല്ലാ വഹും കുസാല അപ്പൊ മടിയന്മാരായി കൊണ്ടല്ലാതെ അവര് നിസ്കാരത്തിന് വേണ്ടി ചെല്ലുകയില്ല. അപ്പൊ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഭാരിച്ച പണിയായിക്കൊണ്ടാണ് അനുഭവപ്പെടുക. വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ, ഇനി ചെലവഴിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലോ വെറുപ്പുള്ളവരായിക്കൊണ്ടായിരിക്കും അവർ ചെയ്യുക. വെറുപ്പുള്ളവരായിക്കൊണ്ടാണ് അവരത് ചെയ്യുക. വയഖൂലു അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ന അസ്ഖല സ്വലാത്തി അലൽ മുനാഫിഖീൻ സ്വലാത്തുൽ ഇശാഇ വ സ്വലാത്തുൽ ഫജ്ർ. ഇന്ന അസ്ഖല സ്വലാത്തി അലൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളുടെ മേൽ ഏറ്റവും ഭാരിച്ച, അവർക്ക് ഏറ്റവും പ്രയാസമുള്ള നമസ്കാരം അത് സ്വലാത്തുൽ ഇശായും സ്വലാത്തുൽ ഫജ്റുമാണ്. ഇശാ നമസ്കാരവും ഫജ്ർ നമസ്കാരവുമാണ്. ഇന്ന അസ്ഖല സ്വലാത്തി അലൽ മുനാഫിഖീൻ സ്വലാത്തുൽ ഇശാ വ സ്വലാത്തുൽ ഫജ്ർ. ويقول عبد الله بن مسعود رضي الله عنه لقد رأيتنا وما يتخلف عن الصلاة إلا منافق قد علم نفاقه. അതായത് നമസ്കാരത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുകയില്ല, അതിൽ നിന്ന് മാറി നിൽക്കുകയില്ല ആരല്ലാതെ ഇല്ലാ മുനാഫിഖ് ഖദ് ഉലിമ നിഫാഖുഹു, അറിയപ്പെട്ട നിഫാഖ്, ഒരുവന്റെ നിഫാഖ് അറിയപ്പെട്ട ഒരു മുനാഫിഖ് അല്ലാതെ നമസ്കാരത്തിൽ നിന്ന് പിന്മാറി നിൽക്കുകയില്ല. വമിൻ ഔസാഫിഹിം ഖാല അല്ലാഹു ജല്ല വഅല അൻഹും المنافقون والمنافقات بعضهم من بعض يأمرون بالمنكر وينهون عن المعروف. അത് മുനാഫിഖീങ്ങളുടെ അടയാളമാണ്, നിഫാഖിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. യഅ്മുറൂന ബിൽ മുൻകർ, തിന്മ കൽപ്പിക്കുകയും വയൻഹൗന അനിൽ മഅറൂഫ്, നന്മ വിരോധിക്കുകയും ചെയ്യുക. തിന്മ കൽപ്പിക്കുകയും നന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് നിഫാഖിന്റെ അടയാളമാണ്. വയഖ്ബിദൂന ഐദിയഹും, نسوا الله فنسيهم إن المنافقين هم الفاسقون. وهكذا يقول الله سبحانه وتعالى وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون ألا إنهم هم المفسدون ولكن لا يشعرون. അപ്പൊ നാട്ടിൽ ഫസാദ് ഉണ്ടാക്കുക എന്നുള്ളത് മുനാഫിഖീങ്ങളുടെ ലക്ഷണമായിക്കൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, വഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത് എന്നവരോട് പറയപ്പെട്ടാൽ അവർ പറയും ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ആരല്ല, ഞങ്ങൾ ഫസാദ് ഉണ്ടാക്കുന്നവരാണ്, നേരെ മറിച്ച് ഞങ്ങൾ നേരെയാക്കുന്നവരാണ്, ഞങ്ങൾ ഇസ്ലാഹിന്റെ ആളുകളാണ് എന്നവർ പറയും. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശൂറൂൻ, എന്നാൽ യഥാർത്ഥത്തിൽ അവരാണ് നാട്ടിൽ ഫസാദ് ഉണ്ടാക്കുന്നവർ, അവരറിയുന്നില്ല. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ പറഞ്ഞിട്ടുള്ള നിഫാഖിന്റെ അല്ലെങ്കിൽ മുനാഫിഖീങ്ങളുടെ ലക്ഷണത്തിൽപ്പെട്ടതാണ്. فالواجب على المسلم أن يحذر من هذه الصفات الذميمة والتي هي من صفات المنافقين وجماع الأمر. لا بد أن يكون المؤمن باطنه يوافق ظاهره.
ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേലെ വാജിബായിട്ടുള്ളത് ഇത്തരത്തിലുള്ള മോശമായി ആക്ഷേപിക്കപ്പെട്ട സ്വഭാവ ഗുണങ്ങളിൽ നിന്ന്, വിശേഷണത്തിൽ നിന്ന് ജാഗ്രത പാലിക്കുക. അതായത് മുനാഫിക്കുകളുടെ സിഫത്തുകളെ തൊട്ട്. അതേപോലെ തന്നെ അവന്റെ 2 കാര്യങ്ങൾ അത് സംയോജിക്കപ്പെടണം. അവന്റെ ബാത്തിനും അവന്റെ ലാഹിറും, അവന്റെ അകവും അവന്റെ പുറവും ഒന്ന് മറ്റൊന്നിനോട് യോജിക്കുന്നതായിരിക്കണം. നേരെ മറിച്ച് പുറത്തേക്കൊന്നും അകത്തേക്ക് വേറൊന്നും അത് പാടില്ല. അത് നിഫാഖിന്റെ അടയാളമാണ്, ലക്ഷണമാണ്. നേരെ മറിച്ച് ബാത്തിൻ അത് ലാഹിറിനോട് എതിരായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലാഹിർ അത് ബാത്തിനോട് എതിരായി കഴിഞ്ഞാൽ അവന്റെ മേലെ ഈ പറയപ്പെട്ട മുനാഫിഖുകളുടെ ലക്ഷണം അത് തത്ബീഖ് ചെയ്യപ്പെടും, പ്രയോഗവൽക്കരിക്കപ്പെടും. സല്ലല്ലാഹു ജല്ല വഅല യുവഫിഖനാ ലിമാ യുഹിബ്ബുഹു വയർദാഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.